ഹലോ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൊതിച്ചോറാണ്. കുറേ നാളുകൊണ്ട് മനസ്സിനകത്ത് പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളൊരു കൊതി. വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ആദ്യം ഞാൻ ചെയ്തത് അതിന് വേണ്ടിയുള്ള ചമ്മന്തി അരയ്ക്കാനേ. നല്ല തോനേരിയും പച്ചമുളകൊക്കെ അരച്ച് നല്ല സൂപ്പർ ചമ്മന്തി അരച്ച് ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു ഗൈസ്. അതിങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ മുട്ട പൊരിക്കാൻ പോവുകയാണ് ഗൈസ്. മുട്ട പൊരിക്കാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചതിന് ശേഷം മുട്ടയും പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് മുട്ട പൊരിക്കാൻ പോവുകയാണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പൊതിച്ചോറൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കാരണം അമ്മക്കെന്ന് സ്കൂളിൽ കഞ്ഞിയും പയറും തന്നെ ശരണം. കുഞ്ഞിലെ മുതലേ കഞ്ഞിയും പയറുമാണ് കഴിച്ചിരുന്നത്. പിന്നെ ഈ പൊതിച്ചോറൊക്കെ കൊണ്ടുവരുന്ന ഇച്ചിരി കാശുള്ള പിള്ളേരെന്നാണ് ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാം. അന്നൊക്കെ പിള്ളേരല്ലേ, അതൊക്കെയായിരുന്നു വിചാരങ്ങൾ. അങ്ങനെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് അതിനകത്തോട്ട് പാൻ വെച്ച് ഞാൻ മുട്ട പൊരിക്കാൻ പോവുകയാണ് ഗൈസ്. മുട്ട ശരിയാവുമെന്ന് തോന്നുന്നു. ഈ മുട്ട തിരിച്ചിടാൻ നേരത്തെ എനിക്ക് എപ്പോഴും ഫ്ലോപ്പായി പോകും കേട്ടോ. ദോശ തിരിച്ചിടുന്ന കണക്കല്ല, മുട്ട തിരിച്ചിടുന്ന ഇച്ചിരി പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സമയം ശരിയാവും, ചില സമയം ശരിയാവത്തില്ല. ശരിയായാലും ശരിയായില്ലെങ്കിൽ നമ്മളല്ലേ കഴിക്കുന്നത്, എന്തായാലും പൊട്ടിച്ചല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പിച്ചിയല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ചൊരു സമാധാനം. എന്നാലും ചില സമയത്ത് വിഷമാവും കേട്ടോ. കൊതിച്ച് റൗണ്ടിനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ സെറ്റ് ആവാതിരിക്കുമ്പോഴേ അതൊരു വിഷമം തന്നെ. എന്നാലും പോട്ടെ, ഞാൻ തിരിച്ചിടാൻ പോവുകയാണ് ഗായ്സ്. നിങ്ങൾ നോക്കൂ, ഇപ്പം അത് ശരിയാവും എന്ന് വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ച് തിരിച്ചിട്ടപ്പം അത് ശരിയായില്ല. പിന്നെ ഞാൻ 3 പീസായിപ്പോയി ഒരു മുട്ട. ആ 3 പീസ് ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് വെക്കാൻ വേണ്ടി തിരിച്ചിട്ടതിന് ശേഷം അടിച്ചടിച്ച് ഏകദേശം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതായത് അപ്പുറത്തെ ഭാഗം വെന്തില്ലല്ലോ, അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് ഒട്ടുമെന്നുള്ളൊരു രീതിയിൽ വെച്ച് ചെയ്തതാണ്. എന്നാലും എൻ്റെ ആ ഒരു പരിപാടി സക്സസ് ആയിട്ടുണ്ട്. ഒരു പീസ് ഒട്ടിയിട്ടുണ്ട്, ഒരു പീസ് പിന്നെ അവിടെ തന്നെ അളവിൽ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ മുട്ട പൊരിച്ച് അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇന്നലെ എൻ്റെ അപ്പച്ചി കുറച്ച് ചിക്കൻ പൊരിച്ചത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ചപ്പാത്തിയുടെ കഴിക്കാൻ വേണ്ടി. അതിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി പൊതിച്ചോറിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനും ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളിത് കണ്ടു, തോനെയൊന്നുമില്ല, കുറച്ച് പീസ് 3, 4, 5 പീസ് കാണും. പിന്നെ അതിൻ്റെ പുറത്തിറക്കുന്ന ആ പുരുപോലെ സാധനങ്ങളില്ല, അത് എന്തുവാ ആ സാധനം, എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അതും ഇട്ട് ചൂടാക്കി റെഡിയാക്കി വെച്ച്. ഇനി എൻ്റെ ലക്ഷ്യം ഇല പറിക്കാൻ പോവുക എന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇലയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉള്ളതൊരു യമണ്ട വാഴ, അതിൻ്റെ ഇലയാണെങ്കിൽ അജാനുബഹ ഇലയും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ഇലയൊക്കെ പിച്ചിക്കൊണ്ടുവന്ന് ഇലയൊക്കെ ചൂടാക്കി സെറ്റാക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇലയൊക്കെ ചൂടാക്കാൻ നേരത്തൊക്കെ എനിക്കങ്ങ് ഇനി എപ്പോഴാണ് ഉച്ചയാവുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. രാവിലെയാണ് ഈ പണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. കാരണം എന്നല്ലേ ഇലയുടെ സംഭവങ്ങളൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ചോറിടുന്നു. ഇത് നല്ല റേഷനരി ചോറാണേ. ഞങ്ങൾ റേഷനരി ചോറാണ് കഴിക്കുന്നത്. അപ്പം റേഷനരിയുടെ പൊതിച്ചോറാണ് ഞാൻ ഉദ്ദേശിച്ചത്. റേഷനരി ചോറൊക്കെ ഇട്ട് ചോറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച ചമ്മന്തിക്കകത്തുനിന്ന് കുറച്ച് ചമ്മന്തി എടുത്ത് വെച്ച്, ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ലേ. എന്നിട്ട് ആ മുട്ട പൊരിച്ചത് പിന്നെ ഞാൻ എടുത്തിട്ട് കയ്യിലെടുക്കാനൊന്നും പോയില്ല. ഇനിയും കോളായിപ്പോയാൽ എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് പാത്രത്തോടെ ഞാൻ എടുത്തങ്ങ് കപത്തി ഇലയിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോവയ്ക്കത്തോരൻ ഉണ്ടായിരുന്നു. കോവയ്ക്കത്തോരനും ഒരു സൈഡിലോട്ട് ഞാൻ വിളമ്പി വെച്ച് കൊടുത്തു. പിന്നെ പാവയ്ക്ക തോരനും ഉണ്ടായിരുന്നേ. അത് എനിക്കിഷ്ടമല്ലാത്തപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചില്ല. ചില സമയം കഴിക്കാൻ തോന്നും, അപ്പോൾ ഇച്ചിരി എടുത്ത് കഴിക്കും, അല്ലാത്തപ്പോൾ ഞാൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വെച്ചില്ല. എന്തിനാണ് വെറുതെ കൊളാക്കുന്നതെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ പീസും അതിൻ്റെ ആ പൊടിയാണോ അരപ്പാണോ എന്തുവാ ആ സാധനവും അതും ഒരു സൈഡിലോട്ട് ഞാൻ വിളമ്പി വെച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന 5 പീസിലൊരു 3 പീസ് അങ്ങാണ്ട് ഞാനെടുത്ത് ഇതിനകത്ത് വെച്ച് ബാക്കി അവിടെ വെച്ചിരുന്നു. ഉണ്ണിക്കണ്ണന് കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ. അങ്ങനെ ആ ചിക്കൻ പീസും എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. എപ്പോഴോ വിളിച്ചൊരു അച്ചാറിന് ഇച്ചിരി എന്താണ് അതിൻ്റെ അവസാനത്തെ പീസ് അച്ചാറിന് അതും കൂടി എടുത്ത് കോരി സൈഡിലോട്ട് വെച്ചതിന് ശേഷം മടക്കി അങ്ങ് വെച്ച്. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയാവാറായപ്പോഴാണ് ഞങ്ങൾ ആ ഇല പൊട്ടിക്കുന്നത്. അങ്ങനെ ഇല അങ്ങോട്ട് തുറക്കുന്നത് എൻ്റെ ഉണ്ണിക്കണ്ണനാണ്. ഇല അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് ആ പൊതിച്ചോറിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, മൂക്കിലിങ്ങനെ നുഴഞ്ഞ് കയറി അതങ്ങ് വയറ്റിൽ ചെന്ന് വയറങ്ങ് നിറഞ്ഞ് ആ മണം കേട്ട്. അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അത്രയ്ക്ക് മണമായിരുന്നു. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് ഗൈസ്. സൂപ്പർ മണമായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൊതി വന്നിട്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ എൻ്റെ ഉണ്ണിക്കണ്ണൻ ആദ്യമായിട്ടാണ് തോന്നി പൊതിച്ചോറ് കഴിക്കുന്നത് കേട്ടോ.
അവനും ഇതുപോലെ ചമ്മന്തിയും തോരനും ഒരു കുറച്ച് മുട്ട എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിക്കണം അമ്മച്ചി മുട്ട വേയാൻ അമ്മച്ചി എന്ന് പറഞ്ഞ് മുട്ട എടുത്ത് വെച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ചിക്കൻ പീസും കൂടി എടുത്ത് വെച്ച് ഒരു കുഞ്ഞൊരു ഉരുള പോലെ ആക്കിയിട്ട് അവൻ്റെ വായിലോട്ട് ഞാൻ വെച്ച് കൊടുത്ത്. അവനിങ്ങനെ ചമ്മന്തിക്കൊക്കെ ഇച്ചിരി എരി കൂടുതലുണ്ടായിരുന്നു, കഴിക്കൂല എന്നുള്ളത് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പൊതിച്ചോറിൻ്റെ ടേസ്റ്റിൽ അവൻ എരിയും മറ്റു കാര്യങ്ങളൊന്നും വക വെച്ചതേയില്ല. അവൻ അങ്ങനെ വാ തുറന്ന് ഞാൻ അവൻ്റെ വായിലോട്ടൊരു ഉരുളയെടുത്ത് വെച്ച് കൊടുത്തപ്പം അവൻ നല്ല രീതിയിൽ അത് കഴിച്ചു കേട്ടോ. എരിയാണെന്നൊന്നും അത് കൂട്ടാക്കിയില്ല. കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളീ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കണ്ണന് കൊടുത്ത് അതുപോലെ തന്നെ ഞാനും കഴിച്ച് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഈ പൊതിച്ചോറെന്ന് പറയുന്നത്. അത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ എടുത്ത് കഴിക്കണം, എന്നാലേ ഇലയുടെ ഒക്കെ മണം ആ ചോറിനകത്ത് അടിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ.